കാസർഗോഡ് MLA ആയി സത്യപ്രതിജ്ഞ ചെയ്ത കോൺഗ്രസ് നേതാവ് ആരേടൻ ഷൗക്കത്ത് ദൈവനാമത്തിലാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. മുഖ്യമന്ത്രി പിണറായി വിജയനും VD സതീശനും ഉൾപ്പെടെയുള്ളവർ ചടങ്ങിൽ പങ്കെടുത്തു. ആരേടൻ ഷൗക്കത്തിന് UDF LDF നേതാക്കൾ ആശംസകൾ നേർന്നു. മുന്നണി മാറ്റ അഭ്യൂഹങ്ങൾ തള്ളി കേരള കോൺഗ്രസ് ചെയർമാൻ ജോസ് കെ മാണി. ഇടതു മുന്നണിയിൽ താങ്കൾ ഹാപ്പിയാണെന്നും UDF നേതാക്കളുമായി ആശയവിനിമയം നടത്തിയിട്ടില്ലെന്നും ജോസ് കെ മാണി പറഞ്ഞു. ഘടകകക്ഷികളെ തേടി UDF പോകുന്ന അവസ്ഥ നിലമ്പൂരിലെ വിജയം സംസ്ഥാനത്ത് ജനങ്ങളുടെ വിധിയല്ല എന്ന് തെളിയിക്കുന്നു. തങ്ങൾക്ക് മുന്നണി മാറേണ്ട ഒരു സാഹചര്യവും നിലവിലില്ലെന്നും ജോസ് കെ മാണി പറഞ്ഞു. കൊടകരയിൽ കെട്ടിടം ഇടിഞ്ഞുണ്ടായ അപകടത്തിൽ അന്വേഷണത്തിന് ഉത്തരവിട്ട് തൊഴിൽ മന്ത്രി V ശിവൻകുട്ടി. ലേബർ കമ്മീഷണർക്കാണ് അന്വേഷണ ചുമതല. വിശദമായി അന്വേഷണം നടത്തി റിപ്പോർട്ട് നൽകാനാണ് ശിവൻകുട്ടിയുടെ നിർദ്ദേശം. മരിച്ച 3 അതിഥി തൊഴിലാളികളുടെയും മൃതദേഹങ്ങൾ തൊഴിൽ വകുപ്പ് നാട്ടിലെത്തിക്കുമെന്നും മന്ത്രി പറഞ്ഞു. JSK സിനിമാ വിവാദത്തിൽ സെൻസർ ബോർഡിനോട് ചോദ്യങ്ങളുമായി ഹൈക്കോടതി. സിനിമകൾക്ക് എന്ത് പേര് നൽകിയാൽ എന്തെന്നും ജാനകി എന്നത് പൊതുവായി ഉപയോഗിക്കുന്ന പേരല്ലേ എന്നും കോടതി ചോദിച്ചു. തുടർന്ന് സെൻസർ ബോർഡ് തീരുമാനത്തിന്റെ പകർപ്പ് തിങ്കളാഴ്ച ഹാജരാക്കാനും കോടതി ഉത്തരവിട്ടു. ഹർജി ഹൈക്കോടതി തിങ്കളാഴ്ച വീണ്ടും പരിഗണിക്കും. സ്കൂളുകളിൽ ലഹരി വിരുദ്ധ ക്യാമ്പയിന്റെ ഭാഗമായി സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് നടപ്പിലാക്കുന്ന സൂംബ ഡാൻസ് പദ്ധതിക്കെതിരെ വിമർശനവുമായി സമസ്ത നേതാവ് നസർ ഫൈസി കൂടത്തായി. അല്പവസ്ത്രം ധരിച്ച് കൂടിക്കളർന്ന് ആടിപ്പാടുന്ന രീതിയാണ് സൂംബയെന്നും വലിയ കുട്ടികൾ പോലും അങ്ങനെ ചെയ്യണമെന്നത് സർക്കാർ നിർദ്ദേശമുണ്ടെങ്കിൽ അത് പ്രതിഷേധാർഹമാണെന്നും നസർ ഫൈസി കൂടത്തായി പറഞ്ഞു. സ്കൂളിൽ സൂംബ പരിശീലിക്കുന്നതിന്റെ വീഡിയോ സാമൂഹ്യ മാധ്യമങ്ങളിൽ പങ്കുവച്ച് വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി. കാസർഗോഡ് ജില്ലയിലെ തൻവീഹുൽ ഇസ്ലാം ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നുള്ള സൂംബ പരിശീലനത്തിന്റെ വീഡിയോയാണ് മന്ത്രി പങ്കുവച്ചത്. കുഞ്ഞുങ്ങൾ കളിച്ചു ചിരിച്ച് രസിച്ച് ആരോഗ്യമുള്ളവരായി പഠിച്ചു വളരട്ടെ എന്ന അടിക്കുറിപ്പോടെയാണ് മന്ത്രി സോഷ്യൽ മീഡിയയിൽ സ്റ്റോറി പങ്കുവച്ചത്. ഭാരതാംബ വിവാദത്തിൽ പുതിയ പോർമുഖം തുറന്ന ഗവർണർ രാജേന്ദ്ര ആർലേക്കർ. കേരള സർവകലാശാല സംഘർഷത്തിൽ വൈസ് ചാൻസലറോട് രാജ്ഭവൻ വിശദീകരണം തേടി. രജിസ്ട്രാർ KS അനിൽകുമാർ പരിപാടി തടസ്സപ്പെടുത്താൻ ശ്രമിച്ചുവെന്ന വിലയിരുത്തലിലാണ് രാജ്ഭവൻ. ഈ വിഷയത്തിലാണ് ഗവർണർ വൈസ് ചാൻസലറോട് റിപ്പോർട്ട് തേടിയിരിക്കുന്നത്. സംസ്ഥാനത്ത് മഴ മുന്നറിയിപ്പിൽ വീണ്ടും മാറ്റം. ഇന്ന് 2 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. ഇടുക്കി, വയനാട് ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് പുറപ്പെടുവിച്ചത്. അതിശക്തമായ മഴ മുന്നറിയിപ്പാണ് ഇവിടെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. കൊട്ടിയൂരിൽ ദേവസ്വം ഫോട്ടോഗ്രാഫറെ മർദ്ദിച്ചതായി പരാതി. കൊട്ടിയൂരിൽ ദർശനത്തിനെത്തിയ സിനിമാ താരം ജയസൂര്യയോടൊപ്പമുള്ളവർ മർദ്ദിച്ചുവെന്നാണ് പരാതി. കൊട്ടിയൂരിൽ ദേവസ്വം നിയോഗിച്ചിട്ടുള്ള ഫോട്ടോഗ്രാഫറായ സജീവ് നായരെയാണ് ജയസൂര്യയോടൊപ്പമുള്ളവർ മർദ്ദിച്ചത്. പരിക്കേറ്റ സജീവ് നായർ ആശുപത്രിയിൽ ചികിത്സ തേടി. ഫോട്ടോ എടുക്കുന്നത് ചോദ്യം ചെയ്താണ് കയ്യേറ്റം നടത്തിയതെന്ന് സജീവ് നായർ പറഞ്ഞു. കൊൽക്കത്തയിൽ നിയമ വിദ്യാർത്ഥിയെ കൂട്ടബലാത്സംഗത്തിനിടയാക്കി. കൊൽക്കത്ത കസ്ബയിലുള്ള ലോ കോളേജിലാണ് സംഭവം. 3 പേരെ സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് പിടികൂടി. പ്രതികളിൽ 2 പേർ ലോ കോളേജിലെ വിദ്യാർത്ഥികളും ഒരാൾ പൂർവ്വ വിദ്യാർത്ഥിയുമാണ്. ഇറാനുമായുള്ള വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നതിന് പിന്നാലെ വെളിപ്പെടുത്തലുമായി ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ്. 12 ദിവസം നീണ്ടുനിന്ന ഇറാൻ-ഇസ്രായേൽ സംഘർഷത്തിനിടെ ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയെ വധിക്കാൻ ഇസ്രായേലിന് പദ്ധതി ഉണ്ടായിരുന്നുവെന്നാണ് കാറ്റ്സിന്റെ വെളിപ്പെടുത്തൽ.